സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ വൈസ് പണ്ഡിറ്റ്. ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് ഹീൽ ദ വേൾഡ് എന്നാണ്. അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ്. നമ്മൾ ചെയ്യുന്ന പണി അതിനനുസരിച്ചുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഹീൽ ദ വേൾഡ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്ത ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഹീൽ ദ വേൾഡായി. പക്ഷെ അതിൻ്റെ വലിയ വോളിയൂമിലേക്ക് ചെല്ലുമ്പം ടു അവോയ്ഡ് ദ വാർസ് എന്നാണ്, യുദ്ധങ്ങളില്ലാതാക്കുക. നമ്മുടെ ഈ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും യുദ്ധങ്ങൾ നടക്കുന്നില്ലേ? ഇസ്രായേലിൻ്റെ ഉണ്ടായിരുന്ന യുദ്ധം, ഇപ്പം എവിടെയാണ് റഷ്യ യുദ്ധം നടത്തുന്നുണ്ട്, പലയിടത്തും യുദ്ധമുണ്ട് അല്ലേ? അപ്പം യുദ്ധം നടത്തുന്നവർക്ക് ഭയങ്കരമായ ശക്തിയുള്ളവരാണല്ലേ. ഒരു ഭയങ്കര ശക്തിയുള്ളതുകൊണ്ടല്ലേ യുദ്ധം നടത്തുന്നത്. എനിക്ക് യുദ്ധം നടത്താൻ പറ്റും, എനിക്കൊരു ശക്തിയില്ല. പക്ഷേ യുദ്ധം നടത്തുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നീ സൃഷ്ടിച്ചതാണോ നീ നശിപ്പിക്കുന്നത്? നശിപ്പിക്കുന്നത് ആണോ ചോദ്യമാണ്. അല്ലല്ലോ. ആരൊക്കെയോ സൃഷ്ടിച്ചതെല്ലാം നശിപ്പിക്കുക അല്ലേ? വലിയ ബോംബൊക്കെ ഇട്ട് നീ സൃഷ്ടിച്ച് വെച്ചാണ് നശിപ്പിക്കുന്നത്. പക്ഷേ നീ സൃഷ്ടിച്ചാണോ നശിപ്പിക്കുന്നത്? അല്ല. കെട്ടിടങ്ങൾ, മിഷനറീസ്, പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് അതിനകത്തുള്ള ചില ജീവനുകൾ, അറിയാതെ പൊലിഞ്ഞു പോകുന്ന ജീവൻ, കുഞ്ഞ് കൈയും കാലും ഉറയ്ക്കാത്ത കുഞ്ഞുങ്ങളെ വരെ കൊല്ലുന്നുണ്ട് അല്ലേ? ഇതെല്ലാം എന്ത് അതോറിറ്റിയിലാണ് ഇതൊക്കെ ചെയ്യണത്? രാജ്യം വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. ആരിതൊക്കെ ന്യായം തരും? ഇതിൻ്റെയൊക്കെ അന്ത്യം എന്ന് പറഞ്ഞാൽ, ഈ ഡിസിഷനൊക്കെ എടുക്കുന്നതിൻ്റെ അന്ത്യം എന്ന് പറഞ്ഞാൽ നരകിച്ചുള്ള അന്ത്യമായിരിക്കും. നോക്കും, ഏത് വലിയ വലിയ കിരാതന്മാരുടെ അന്ത്യം എങ്ങനെയാണെന്ന് എടുത്തു നോക്കുക. നരകിച്ച് പുഴുവരിച്ച് ഇതൊക്കെ എഴുതി വയ്ക്കും. പിന്നെ അങ്ങ് ചെല്ലുമ്പോഴേ ഉള്ളൂ സ്വർഗം അല്ലെങ്കിൽ നരകം, അവിടെ ചെല്ലുമ്പോഴേ ഉള്ളൂ പിന്നെ ശിക്ഷ. അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പം അപ്പം നരകിച്ച് പുഴുത്ത് അളിഞ്ഞ് നാറി ആളുകളെടുക്കാനില്ലാതെ ദ്രവിച്ച് ചാവേണ്ടി വരും. ദ്രവിച്ച് ഇവിടെ തന്നെ വെച്ച് ഡിസിഷൻ കൊടുക്കണം. അങ്ങനെ തന്നെ വേണം. ദൈവത്തിൻ്റെ നിന്ദിക്കുകയും അവഹേളിക്കുകയും ദൈവത്തിൻ്റെ സൃഷ്ടികളെ ഇല്ലായ്മ ചെയ്യുന്ന കൂട്ടങ്ങളെ, അത് ഏത് തന്നെയായാലും അതിനുള്ള ശിക്ഷ അന്നേരം തന്നെ കൊടുക്കണം. അത് ഇന്ത്യയിലായാലും ശരി, ഏത് ചാണകമായാലും ശരി, അമേരിക്കയിലായാലും ശരി, UK ശരി, യൂഗോസ്ലാവിയയിലായാലും ശരി, എല്ലാവരും കൊടുക്കണം. അവനവൻ്റെ കാര്യം നോക്കി പോളതിന് പകരം ബാക്കിയുള്ളവൻ്റെ മണ്ടേ കൊണ്ട് മണ്ണിടാൻ നോക്കുന്നു ചേറ്റകൾ.